Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ക്യാമറ ബാഗ് 2025 എഡിഷൻ ആണ്. നിങ്ങൾക്ക് അറിയാം നമ്മൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ആക്ച്വലി നമ്മുടെ ക്യാമറ ബാഗിന്റെ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആണ്. നമ്മൾ പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറെ സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്ഗ്രേഡ് മാത്രമല്ല കുറെ അഡീഷണൽ സംഭവങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി നമ്മുടെ യൂട്യൂബ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക യൂട്യൂബിന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഗാഡ്ജറ്റ്സുകൾ മാത്രമല്ല. എനിക്ക് ഓൾറെഡി നമ്മുടെ മെയിൻ ചാനൽ അതായത് ഗുഡ് ഹാപ്പൻസ് എന്ന ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്ക് ഓൾറെഡി ഗാഡ്ജറ്റ് ബാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ ഓൾറെഡി ടെക് ഫീൽഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഗാഡ്ജറ്റ്സ് കുറെ വാങ്ങിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ പണ്ട് വാങ്ങിച്ച അതേ ബാഗ് തന്നെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മൊബിയസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡാണ്. അവരുടെ ഒരു ക്യാമറ ബാഗ് തന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത് 35 ലിറ്ററിന്റെ ക്യാമറ ബാഗാണത്. നല്ല ഹെവി സാധനമാണ് കേട്ടോ. കണ്ടോ, നല്ല പ്രൊട്ടക്ഷനും ഭയങ്കര ഹാർഡ് സാധനമാണ്. അല്ലാണ്ട് നമുക്കിതിപ്പോ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. കണ്ടോ, അത്രയും ഹാർഡാണ്. ഇതിലിപ്പോ ഒന്നും ഇല്ല കേട്ടാ. ഞാൻ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് കാണിച്ചാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഫുൾ കാണിച്ചാൽ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനം എനിക്ക് പൊന്തിക്കാൻ പറ്റില്ല. ഇങ്ങനെ അത്യാവശ്യം നല്ല വെയിറ്റ് വരും. അത് ഇതിന് തന്നെ ഇത് കാലിപ്പോ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇതിന് ഓൾമോസ്റ്റ് ഒരു 5000 4000 ആ റേഞ്ചിലൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്റെ ആക്ച്വലി മൊബിയസിന്റെ 2 ബാഗുകളുണ്ട്. അപ്പൊ ഈ സാധനം ഞാൻ എന്റെ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ വലിയ ടൈപ്പ്. അപ്പൊ ഇതിലാണെങ്കിൽ നമുക്ക് പുതിയ മോഡൽ തന്നെയാണ്. അതിന്റെ പുതിയ സംഭവം തന്നെയാണ്. ഡാമേജസ് സംഭവമൊന്നുമില്ല. ഫ്രഷ് ഔട്ട് ഓഫ് ബോക്സ് കണ്ടീഷനാണ് കേട്ടോ. ബില്ല് ഞാൻ ബില്ല് എന്തെങ്കിലും ഉണ്ടാവും. ബില്ല് ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഒരു റെയിൻ പ്രൊട്ടക്ഷൻ കവർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. ഇൻക്ലൂഡർ ആണ്. അതിന്റെ പിന്നെ നമുക്ക് ട്രൈപോഡ് വെക്കാനുള്ള സാധനം എല്ലാ സംഭവങ്ങളും എല്ലാ സ്ലോട്ടും ഞങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്. ലാപ്ടോപ്പ് വെക്കാനുള്ളതും അതുപോലെ തന്നെ താഴെ നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കാനുള്ള ഒരു സംഭവം വരുന്നുണ്ട്. ഒരു പിന്നെ ഈ സൈഡിൽ നമുക്ക് ട്രൈപോഡ് വെക്കാനുള്ള ഒരു നോബ് വരുന്നുണ്ട്. നമുക്കത് ലോക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങൾ വെക്കാനുള്ള സംഭവം വരുന്നുണ്ട്. പിന്നെ മുകളിൽ 2 മെയിൻ ആയിട്ടുള്ള എന്താ പറയാ പോർഷനാണ് ഉള്ളത്. ഒരെണ്ണം ലാപ്ടോപ്പിന്റെയും ഒരെണ്ണം ക്യാമറയുടെ ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ലാപ്ടോപ്പിന്റെ കാണിച്ചു തരാം. നല്ല പാഡിങ്ങും സംഭവമൊക്കെ വരുന്ന അത്യാവശ്യം 15.6 ഇഞ്ചിന്റെ ലാപ്ടോപ്പ് വരെ കൊള്ളുന്ന നല്ല കണ്ടു. ഇതാണ് പാഡിങ് വരുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കിലത്തെ പാഡിങ് ഞാൻ കാണിച്ചു തരാൻ കണ്ടു. നല്ല ക്വാളിറ്റി പാഡിങ് ആണ്. നമ്മളിപ്പോ ആക്ച്വലി വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഫോണിലാണ്. Vivo X200 Pro എന്ന ഫോണിലാണ്. എന്ന് വെച്ചാൽ ക്യാമറാസ് ഒക്കെ നമുക്ക് ഇതിൽ കാണിക്കണല്ലോ. അതുകൊണ്ട് ഞാൻ ഫോണിലേക്ക് മാറ്റിയതാണ്. അപ്പൊ ഇതാണ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഫ്രണ്ട് സിബ് വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സിബ്. മെയിൻ അല്ല, ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന സിബാണിത്. ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന സിബ്. ഇതിൽ കുറച്ച് മാസ്ക്സും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ പണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ലാവലിയർ മൈക്കാണിത്. JBLന്റെ ലാവലിയർ മൈക്കാണ്. ഇത് വലിയ കുഴപ്പമില്ല. ഒരു 1000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ലാവലിയർ മൈക്കാണ്. ഇപ്പൊ പിന്നെ എല്ലാവരും വയർലെസ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സാധനം ആദ്യം ആരും ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് എൻട്രി ഇപ്പൊ ആരും സ്റ്റാർട്ടിങ് ആൾക്കാർ പോലും ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് വയർലെസ് മൈക്ക് തന്നെ ഭയങ്കര ചീപ്പായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ അത്യാവശ്യം നല്ല നമുക്ക് ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളതിൽ അതാണ് നമ്മുടെ ഒരു പൗച്ച് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് അടച്ചു കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ മെയിൻ ക്യാമറാസിന്റെ സംഭവങ്ങൾ. അല്ല, ക്യാമറാസിന്റെ എന്താ പറയാ പോർഷൻ വരുന്നത്. അപ്പൊ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി മൊബിയസിന്റെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. മൊബിയസിന്റെ ബ്രാൻഡിന്റെ ഫേമസ് ബ്രാൻഡാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ. കണ്ടോ, ഇതാണ് ഇത്രയും സംഭവങ്ങളുള്ളത്. ഈ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഓൾറെഡി ബാറ്ററീസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സിബുള്ള ഒരു സംഭവം വരുന്നുണ്ട്. വാട്ടർ പ്രൂഫാണിത്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ ഇവിടെ നമുക്കൊരു പാഡിങ് വരുന്നുണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ അക്സസറീസും വെക്കാനുള്ള ബോഡി ലെൻസുകൾ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ക്ലീനിങ് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എയർ വെച്ചിട്ടുള്ള എയർ ബ്ലോർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള സിൻകോന്റെ ഒരു മൈക്കാണ്. ഇത് കണ്ടോ, നമ്മുടെ എന്താ പറയാ ബുള്ളറ്റ് മൈക്ക് എന്ന് വേണമെങ്കിൽ പറയുന്ന സാധനം. അപ്പൊ ഇതാണത്. ഇതിലിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ കാണിച്ചു തരട്ടെ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ അറകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഇനി ഉപയോഗിക്കുന്ന നമ്മുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ തന്നെ നമുക്ക് ക്യാമറാസിന്റെ കാര്യം പറയാം. ഞാൻ ഉപയോഗിക്കുന്ന 3 ക്യാമറാസ് ആണ്. അതിൽ 3 മിറർലെസ് ക്യാമറാസ് ആണുള്ളത്. അത് എല്ലാം വീഡിയോസിന് മാത്രമല്ല കേട്ടോ. ചിലത് ഞാൻ ഫോട്ടോസിന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ നോർമൽ സംഭവത്തിനൊക്കെ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ സോണിയുടെ നമ്മുടെ ZV-E10 എന്ന് പറഞ്ഞ മോഡലാണ് കണ്ടോ. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുണ്ട്. കറക്റ്റ് ജസ്റ്റ് ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഇത് കിറ്റ് ലെൻസ് വേറെ ഉണ്ട്. ഞാൻ പുതിയത് പറഞ്ഞ വാങ്ങിച്ച സോണിയുടെ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കിറ്റ് ആണ്. സെയിം ആണ്, 16-55 mm ആണ്. പക്ഷെ അത് വേർഷൻ 2 ആണെന്ന് മാത്രമല്ലോ കേട്ടോ. ഒരു കംപ്ലൈൻറ്റ്സ് ഒരു സ്ക്രാച്ച് ഒരു സംഭവമില്ല. ഇതിന് ആകെ ഒരു ചെറിയ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ മൈക്കിന്റെ ആ സാധനം
ഫുൾ അടയാണ്ടായി. അത് ആ നോബ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയോ 100 രൂപയോ സംതിങ് ആണ്ട് വരുന്നുള്ളൂ. സർവീസ് സെന്ററിൽ പോയി അവർ മാറ്റി തരും. ഞാൻ പോയിട്ടില്ല, പോകുമ്പോൾ കൊടുക്കണമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഒരു പ്രോബ്ലമോ സംഭവങ്ങളോ ഇല്ല. ഞാൻ സ്ക്രീൻ ഗാർഡും ടെമ്പർ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കിടിലൻ സാധനം. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചതും 61 രൂപയ്ക്കാണ്. ഇപ്പോഴും ഇത് തന്നിട്ട് പ്രൈസ് 66 റേഞ്ചൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൽ ഫ്ലാഷ് ഇല്ല, അതാണ് ഫോട്ടോസിന് ഭയങ്കര ഇത് ആക്ച്വലി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ പർപ്പസിന് വേണ്ടി ഇറക്കിക്കുന്ന ഒരു ഫോണില്ല, ഒരു ക്യാമറ തന്നെയാണ്, മിറർലെസ് ക്യാമറ തന്നെയാണ്. 24.2 മെഗാ പിക്സലിന്റെ. അതിന്റെ സ്പെക്സ് ഒന്നും ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും. ഫ്ലാഷ് ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എനിക്കിത് ഓവറോൾ ഹൈലി റെക്കമെൻഡ് ആണ്. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു ഗ്രിപ്പും, സോണിയുടെ തന്നെ ഒരു ഗ്രിപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നമുക്ക് റിമോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് സാധനം. 10,000 രൂപ റേഞ്ചിലൊക്കെ എക്സ്ട്രാ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ഒരു സംഭവം ഉണ്ടോ. ഇത് ആക്ച്വലി നമുക്ക് എല്ലാ സോണിയുടെ ക്യാമറാസിലും ഉപയോഗിക്കാം, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം, റിമോട്ടായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഈ രണ്ടെണ്ണമാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ട്രൈപോഡ് നമ്മൾ പുറത്തേക്ക് ഞാൻ നോർമലി ഈ മിറർലെസ് ക്യാമറാസ് ട്രാവൽ ചെയ്യുമ്പോൾ ഫോട്ടോസിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അല്ലാണ്ട് വീഡിയോസ് ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. വീഡിയോസിന് ഉപയോഗിക്കുന്നത് വേറെ ക്യാമറാസാണ്. ഞാൻ അത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സംഭവം കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും പ്രൈസും കൂടി വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറന് ഞാൻ വാങ്ങിച്ചത് 61,999 ആയിരുന്നു. അത് 62 രൂപ. ഇതിന് 10,000 രൂപയായിരുന്നു ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ. ഇത് ഇപ്പോൾ അവൈലബിൾ ആണ്, കിട്ടാൻ കുറച്ച് പാടാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്യാമറാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സംഭവം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കാനോണിന്റെ R50 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതും നമുക്ക് കിറ്റ് ലെൻസ് വരുന്ന മോഡൽ തന്നെയാണ്. 1855 തന്നെയാണ് ഇതിൽ വരുന്നത്. മിററിലെ പുതിയ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലാണ്. M50 അവർ നിർത്തിയാണ്, ഇപ്പോൾ R സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ R സീരീസ് RF മൗണ്ടാണ് നമുക്ക് വരുന്നത്. സോണിയുടെ നിങ്ങൾക്ക് അറിയും, ഈ മൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്ലാഷും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഉണ്ടോ ഫ്ലാഷും വരുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസും വീഡിയോസും കൂടി ഹൈബ്രിഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഹൈലി റെക്കമെൻഡ് ആണ്. ഒരു നിങ്ങൾക്ക് ഇത് ബ്ലാക്ക് കളർ ആണെങ്കിൽ 65 രൂപ, വൈറ്റ് കളർ ആണെങ്കിൽ 68,000 രൂപ. അതാണ് ഞാൻ ആക്ച്വലി ഇത് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, വൈറ്റ് ഗ്രേ സിൽവർ എല്ലാം കൂടി മിക്സ് ആണ് സംഭവം. പിന്നെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറും വരുന്നുണ്ട്. അതൊക്കെ ടോപ്പ് സാധനമാണ്. ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ. ബാറ്ററി ഇട്ടാൽ പോലും ഇതിൽ ബാറ്ററിയും എല്ലാം ഉണ്ട്, പക്ഷെ ഭയങ്കര ലൈറ്റ് ആണ് സാധനം കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഓരോ കുഴപ്പമില്ലാത്ത സംഭവമാണ്. കാരണം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയിക്കും അതിന്റെ കാര്യം. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് 68 രൂപയാണ് വരുന്നുണ്ട് പ്രൈസ്. മൂന്നാമത്തെ ഞാൻ ലേറ്റസ്റ്റ് ആക്ച്വലി ഫോട്ടോസിന് വേണ്ടി ഒരെണ്ണം വാങ്ങിച്ചാണ്. 6400K എന്ന് പറഞ്ഞൊരു മോഡൽ. ഇതിന്റെ ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിന്റെ കൂടെയാണ് നമുക്ക് കിറ്റ് ലെൻസ് കിട്ടിയതാണ്. അത് ലേറ്റസ്റ്റ് വേർഷൻ കിറ്റ് ലെൻസ് ആണ്, വേർഷൻ 2 ആണ്. ഈ കിറ്റ് ലെൻസിൽ എടുക്കുന്നതാണ് നമ്മുടെ ZV-10 കൂടെ വന്ന കിറ്റ് ലെൻസ്. അതായത് വേർഷൻ 1 ആണ്. നിങ്ങൾക്ക് കൂടെ ഒന്നും ഉണ്ടാവില്ല. അതിന്റെ കൂടെ പച്ചയിൽ നമുക്ക് വേർഷൻ 2 എന്ന് കാണാം. ബിൽഡ് ക്വാളിറ്റിയിലും കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതിന് ഈ പുതിയ വേർഷൻ കിറ്റ് ലെൻസിൽ നല്ല ക്വാളിറ്റി ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഫ്ലാഷ് വരുന്നുണ്ട്. അതാണ് വ്യത്യാസം കണ്ടത്. ഇതിൽ നമുക്ക് ഫ്ലാഷ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹൈബ്രിഡ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം. ഇതിന് പക്ഷേ കിറ്റ് ലെൻസ് കൂടിയിട്ട് 75,000 രൂപ വരും. നിങ്ങൾക്ക് 18-100-5mm കിറ്റ് ലെൻസ് സബ് വേർ ലെൻസ് ആണ് കൂടുതൽ വേണ്ടതുണ്ടെങ്കിൽ 88,000 രൂപ വരും കേട്ടോ. വെറും ബോഡി മാത്രമാണെങ്കിൽ 65 റുപ്പീസ് വരും. അപ്പോൾ സോണിയുടെ ഈ സാധനത്തിന് കുറച്ച് വില കൂടുതലാണ്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിത് ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീൻ അല്ല, ഇങ്ങനത്തെ സ്ക്രീനാണ്. പക്ഷേ പ്രോബ്ലം ഒന്നുമില്ല, വീഡിയോ എടുക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാം. ഞാൻ ആക്ച്വലി 2-3 വട്ടം അതിന്റെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ക്യാമറ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. NFC ബ്ലൂടൂത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഫ്ലാഷ് ഉണ്ട്, അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ ഇത് അലുമിനിയം ബോഡിയാണ്, അതുപോലെ തന്നെ വെതർ സീലിംഗ് വരുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ZV-10 ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബിൽഡാണ്, ഇത് മാഗ്നീഷ്യം അലോയ് ആണ് കേട്ടോ. അതാണ് ഡിഫറൻസ് വരുന്നത്. പിടിക്കുമ്പോൾ വെയിറ്റ് വലിയ ഓൾമോസ്റ്റ് ഈക്വലായിട്ടെന്ന് തോന്നുള്ളൂ. മെറ്റൽ ബില്ലിന് വെയിറ്റ് കൂടുതലുള്ള പോലെയൊന്നും തോന്നുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 മെയിൻ മിറർലെസ് ക്യാമറാസ്. നമ്മൾ ഫോട്ടോസിനും വീഡിയോസിനും, അത് യൂട്യൂബിനും മാത്രമല്ല എല്ലാത്തിനും കൂടി ഉപയോഗിക്കുന്ന 3 കേട്ടോ. അടുത്ത് ആക്ഷൻ ക്യാമറാസിന്റെ കാര്യം പറയാം. ഞാൻ ആദ്യത്തെ ഉപയോഗിക്കുന്നത് നമ്മുടെ DJIന്റെ ആക്ഷൻ 2 ആണ്. ഇത് നമ്മുടെ പുതിയ മോഡലാണ് കേട്ടോ. 128GB ഇൻബിൽഡ് ആയിട്ട് വരുന്ന മോഡലാണ്. ഇപ്പൊ വലിയ ഹീറ്റിംഗ് കുഴപ്പമൊന്നും ഇല്ല. പ്രത്യേകിച്ച് 2K നിങ്ങൾ വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. സുഖമായിട്ട് തന്നെ 1 hour മുകളിൽ നമുക്ക് റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി 16 രൂപയാണ്. അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഒരു മാസം 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇത് ഞാൻ ആക്ച്വലി സെൽ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻട്രസ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പുതിയ സാധനമാണ്, സ്ക്രീൻ കാർഡും കാണാൻ കൂട്ടിച്ചുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് ഒന്നാമത്തെ സംഭവം. പിന്നെ ആക്ഷൻ 4 ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതും ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞതാണ്. ഇതും കിഡിലൻസ് ആണെന്ന് തന്നെ കേട്ടോ. ഇവര് നിങ്ങൾ ആക്ഷൻ ക്യാമറ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ DJIന്റെ വാങ്ങിച്ചാൽ മതി. കിഡിലൻസ് ആണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ് ഇതിന്റെ വീഡിയോ ക്ലാരിറ്റിക്കൊക്കെ. 5 Pro ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇൻബിൽഡ് മെമ്മറി വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്രൈസ് നല്ലോണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. വലിയ ഡിഫറൻസ് ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമുക്ക് ഇൻബിൽഡ് മെമ്മറി വരുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ബാറ്ററി കപ്പാസിറ്റിയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോങ് ടൈമിനൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5 Pro വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത്.
പ്രൈസ് ഇത് 16,000 രൂപ. ഇതിന് ആക്ച്വലി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 30,000 രൂപയ്ക്കായിരുന്നു. ഇപ്പോഴും സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. സെയിൽസിനാണെങ്കിൽ നിങ്ങൾക്ക് 22-23 രൂപ കിട്ടാം. പിന്നെന്താ, പിന്നെ മൈക്കുകളാണ്. മൈക്ക് ഇപ്പൊ ഞാൻ തൽക്കാലം ഉപയോഗിക്കുന്നത് നമ്മുടെ DJIന്റെ മിനി മൈക്കാണ്. ഒരു റിസീവറും ഒരു ട്രാൻസ്മിറ്ററും ഉള്ളത്. പിന്നെ എൻ്റെ ഹോളിലാൻഡിന്റെ ലാർക്ക് M2 ഉണ്ടായിരുന്നു. അത് ആക്ച്വലി കംപ്ലൈന്റ് ആയിട്ട് അത് വാറണ്ടിക്ക് അയച്ചേക്കുക. അതിപ്പോ ഒരു ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ചയായി, ഒരു വിവരമില്ല. അവർ പറഞ്ഞ റീപ്ലേസ് ചെയ്താക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം അറിയില്ല, അത് നോക്കട്ടെ വരികയാണെങ്കിൽ. അപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇപ്പൊ തൽക്കാലം ഉപയോഗിക്കുന്ന മൈക്ക്. ഇത് ആക്ച്വലി എൻ്റെ ലാർക്ക് M2 ആകുമ്പോൾ നമുക്ക് ഫോണിലൊക്കെ കണക്ട് ചെയ്യാനുള്ള ഇൻബിൽഡ് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. ഇതില് നമുക്ക് സെപ്പറേറ്റ് വേറെ വാങ്ങിക്കണം. ഇതിൽ ആക്ച്വലി ഡോഗിൾ കളക്ട് ചെയ്യാനുള്ള സംഭവം ഉണ്ട് കണ്ടോ, പക്ഷെ നമ്മൾ ടൈപ്പ് സിക്ക് ഇതൊക്കെ സെപ്പറേറ്റ് വേറെ വാങ്ങിക്കണം. അതാണ് പ്രോബ്ലം കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ മൈക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ റോഡിന്റെ മൈക്ക് വേണ്ടി ഇരിക്കുന്നത്, ഇത് റോഡ് Mi 2 എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ഇതിപ്പോ ഇങ്ങനത്തെ ഈ നമ്മുടെ ഹോളിലാൻഡും DJI ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ സാധനമൊക്കെ ഭയങ്കര ഹെവി, ഇതൊന്നും ഉപയോഗിക്കാനേ തോന്നുന്നില്ല. ഇത് ആക്ച്വലി ഞാൻ വാങ്ങി സെൽ ഔട്ട് ചെയ്യാം. ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഒരു കംപ്ലൈൻസും കാര്യമൊന്നുമില്ല. ഫ്രഷ് പീസ് പോലത്തെ സാധനമാണ് കേട്ടോ. ഫുൾ ബോക്സും എൻ്റെ ഉണ്ട് കേട്ടോ. ബില്ലും ഉണ്ട്. വാറണ്ടി 3 കൊല്ലമുണ്ട്. വാറണ്ടി എന്തായാലും ബാക്കി ഉണ്ടാവും, 1 കൊല്ലം ആയിട്ടുള്ള സാധനം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ഇതാണ് ഏറ്റവും ആദ്യത്തെ ഹോളിലാൻഡിന്റെ ലാർക്ക് M1 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ മോഡലാണ് കണ്ടോ. ക്യാമറ ഓൺലി മോഡലാണ് കണ്ടോ. ഇത് വിശ്വാസമൊന്നുമില്ല, കംപ്ലൈന്റ് ഒന്നുമില്ല. ആകെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിത് ബൾക്കായിട്ട് തോന്നുന്നുണ്ട് ബാക്കി സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട്. അതാണ് മെയിൻ പ്രോബ്ലം. പിന്നെ ഞാനൊരു ബാഗിൽ വെക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് ഡിജിടെക്കിന്റെ ഒരു എന്താ പറയാ, ഒരു ക്യാമറ ക്ലീനിങ് കിറ്റാണ്. ഇതൊരു 1000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഒരു കിറ്റാണ് കണ്ടോ. എല്ലാ സംഭവങ്ങളും ഇതിനുണ്ടായിരിക്കും. അത്യാവശ്യം എല്ലാം ക്ലീൻ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ്, ഇതിന് 1000 രൂപ വരും കേട്ടോ. മൈക്കിന്റെ കാര്യം പറയാൻ പറഞ്ഞു. ഇതിനാണെങ്കിൽ ഞാൻ ഇത് 10,000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലാർക്ക് M2 ഞാൻ ഓൾമോസ്റ്റ് ഒരു 18-17 രൂപയ്ക്കാണ് സംതിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ DJIന്റെ മൈക്ക് മിനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 8,500 ആ റേഞ്ചിലൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് മൈക്കിന്റെ സംഭവങ്ങളൊക്കെ. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഇനി നമുക്ക് ഒരു ക്യാമറ കൂടി ഉണ്ട്. ഞാൻ DJIന്റെ Pocket 3 ഉപയോഗിക്കുന്നുണ്ട്. ഇത് നോർമലി നമ്മൾ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മിറർലെസ് ക്യാമറാസ് ത്രൂ പുറത്തൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാറില്ല. അപ്പൊ ഈ സാധനത്തിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റാൻഡ് അലോൺ പാക്കേജ് ആണ്. എന്താ പറയുക, ക്രിയേറ്റർ കോംബോ അല്ലാണ്ട് ഞാൻ ഇതെല്ലാം സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ സാധനം തന്നെ DJIന്റെ ഉണ്ട്. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചാൽ പക്ഷേ നമുക്ക് ഓൾമോസ്റ്റ് 20,000 രൂപ ലാഭിക്കാൻ പറ്റും ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ. മൈക്ക് മിനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് 2ന്റെ ആവശ്യമില്ല. നമുക്ക് ഇതിലേക്ക് സുഖമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. വേറെ എന്താ പറയാ, റിസീവർ ഒന്നും ഇല്ലാണ്ട് തന്നെ കണക്ട് ചെയ്യാം. നമ്മുടെ സാധാ മിനി പോലെ തന്നെ. ഇത് നിങ്ങൾ ക്രിയേറ്റർ കോംബോ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനോട് DJI മൈക്ക് 2 കിട്ടില്ലേ. പക്ഷെ DJIന്റെ വേറെ മൈക്ക് മിനി ആണെങ്കിലൊക്കെ നമുക്ക് ഇതിലോട്ട് സുഖമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. വേറെ റിസീവർ ഒന്നും ഇല്ലാണ്ട് തന്നെ മറ്റേന്റെ പോലെ തന്നെ കണക്ട് ചെയ്യാം. വേറെ സംഭവം ഒന്നും ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താ പറയാ, ക്രിയേറ്റർ കോംബോ വാങ്ങിയിട്ട് എന്തുകൊണ്ടും ബെറ്ററാണ് സാധാ സാധനം വാങ്ങിച്ചിട്ട്. ഇങ്ങനെ ഇത് അതുപോലെ തന്നെ ഇതിന്റെ പാർട്സുകളും അവൈലബിൾ ആണ്. ബാറ്ററി പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കാം. DJIന്റെ ഈ ബാഗ് ഞാൻ സെപ്പറേറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിച്ചത്. ഒറിജിനൽ സാധനം തന്നെ ഉണ്ടാകും. മറ്റു ക്രിയേറ്റർ കോംബോനോട് കിട്ടുന്ന സാധനം തന്നെയാണ്. പിന്നെ നമ്മുടെ റേബാന്റെ മെറ്റ സ്മാർട്ട് ഗ്ലാസ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഡ്രസ്സിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. 35,700 ആണ് ഇതിന്റെ ബൈയിങ് പ്രൈസ് വരുന്നത്. ട്രാൻസിഷൻ മോഡലാണ് കേട്ടോ, സൈസ് M കേട്ടോ. ഇതിന്റെ കാര്യം DJIന്റെ മൈക്ക് എന്താ പറയാ, DJIന്റെ Pocket 3ന്റെ ഞാൻ 49,000 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബാഗ് 1,500 രൂപ. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇതിൽ കുറച്ച് മിനി ട്രൈപോഡ് വേറെ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചു 500 രൂപയുടെ സാധനം. അത്രയ്ക്ക് ഉള്ളതുള്ളൂ കേട്ടോ. പിന്നെ ഒരു ക്യാമറ പ്ലസ് എന്താ പറയാ, ഒരു ഫോൺ എല്ലാം കൂടിയുള്ള ഒരു ട്രൈപോഡ് പ്ലസ് എന്താ പറയാ, എല്ലാത്തിനും കൂടി ഒരു മിക്സഡ് സാധനത്തിന്റെ വീഡിയോ സെപ്പറേറ്റ് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പുതിയ മോഡൽ ഞാനിപ്പോ വേറെ ഇപ്പൊ ഈ നമ്മുടെ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടാ. ലോങ് വീഡിയോ ആയി 13 മിനിറ്റ് ആയിട്ടാ. അപ്പൊ അതിന്റെ ഒരു സംഭവമാണ്. നമുക്ക് ഇതിൽ ഫോണും വെക്കാം, ക്യാമറയും വെക്കാം, എന്ത് വേണമെങ്കിൽ നമുക്ക് സെൽഫി സ്റ്റിക്ക് ആയിട്ട് ഉപയോഗിക്കാം, ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം ഈ സോണിയുടെ ക്യാമറ ഒക്കെ സുഖമായിട്ട് ഇതിൽ ഇരുന്നോട്ട് പ്രോബ്ലം ഇല്ല. അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ സ്റ്റോക്ക് കഴിഞ്ഞില്ലേ, ഓൾമോസ്റ്റ് കഴിഞ്ഞതുകൊണ്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ക്യാമറ ബാഗിൽ നമ്മൾ കൊണ്ടുപോകാൻ കേട്ടോ. നമ്മള് ഇത് ആക്ച്വലി നമ്മൾ എന്താ പറയാ, ഒരു പ്രൊഫഷണൽ മോഡിലൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഇത്രയധികം സാധനങ്ങൾ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ഇത്രയധികം സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഡിപ്പെൻഡ്സ് അപ്പോൾ എന്ത് പർപ്പസ് അനുസരിച്ച് നമുക്ക് മാത്രം ഫില്ല് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ പ്രൊഫഷണൽ യൂസിന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാമറ ബാഗ് ആണെങ്കിലും ഈ മൊബിയസിന്റെ ബാഗ് സൂപ്പറായിട്ട് വാങ്ങിക്കാം കേട്ടോ. ഒരു പ്രോബ്ലം ഇല്ല. സാധനം പ്രൊഫഷണൽ ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റിൽ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ഷെയർ ചെയ്യുക.
ഫോളോ ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.